നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. ആന്ധ്രയിലും തെലുങ്കാനയിലൂടെയുള്ള യാത്രയുടെ ഒരു ചെറിയൊരു വീഡിയോസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് എല്ലൂരു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കമ്മത്ത് നിന്ന് എല്ലൂരിലേക്ക് പോകുന്ന വഴിയിൽ ചില നല്ല സീനറികളൊക്കെ കാണാൻ കഴിഞ്ഞു. അതാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ എത്തി? നമ്മുടെ വിജയവാഡ റോഡിലേക്കൂടെയാണ് പോകുന്നത്. വിജയവാഡ റോഡിലെത്തിയപ്പോഴേക്കും അവിടെ ചെറിയൊരു ആക്സിഡൻറ്റ് കണ്ടു. പതുക്കെയൊക്കെ ടേൺ ചെയ്തു എടുത്ത് എസ്കേപ്പായി. കുറേ നേരം ബ്ലോക്കായിരുന്നു റോഡ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്യൂ ആണ് കാണിച്ചത്. അവിടുത്തെ ആൾക്കാരൊന്നും തീരെ സഹകരിക്കാത്തവരായിരുന്നു. അങ്ങോട്ട് തിരിച്ചാൽ ആ സൈഡിൽ കൂടി ഈ സൈഡിൽ കൂടെ ഒക്കെ വാഹനങ്ങൾ തടവില്ലാതെ കുത്തിക്കയറ്റിയിട്ട് എല്ലാവരും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശ്രമമാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ ഒരുവിധം രക്ഷപ്പെട്ടു. അത് ആ വണ്ടീൻ്റെ ബാക്കിൽ ഇടിച്ചതായിരുന്നു, അവിടെ കണ്ട ഇന്നോവൻ്റെ. അങ്ങനെ രക്ഷപ്പെട്ടു. വീണ്ടും വിജയവാഡ ഹൈവേയിലേക്ക് കയറി. ദൂരത്തുനിന്ന് നല്ല കുന്നുകളെ കാണാൻ പറ്റും. കുന്നുകളെ കണ്ടപ്പോൾ തന്നെ വീണ്ടും ഞാൻ വീഡിയോ ഓണാക്കി. ഓക്കെ, അങ്ങനെ ഒരു വലിയൊരു സ്റ്റാച്യൂൻ്റെ ബാക്ക് സൈഡാണ് കണ്ടത്. അത് അവിടെ എത്തുമ്പോഴാണ് മനസ്സിലായത് സ്റ്റാച്യു ഒരു ഹനുമാൻ്റെ വലിയൊരു ഹ്യൂജ് സ്റ്റാച്യു ആണെന്ന്. നല്ല രസകരമായ കാഴ്ചയാണ് ആ കുന്ന് ദൂരത്തു നിന്നൊക്കെ എടുക്കുമ്പോൾ. നല്ല ഹൈവേ ആണ് കേട്ടോ. ചില റോഡുകൾ പറയാൻ വയ്യ, വളരെ നല്ല റോഡുകളാണ്. എന്നാൽ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ പലയിടത്തും റോഡ് വർക്ക് നടക്കുന്ന കാരണം പലപ്പോഴും ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ സുഖകരമായ യാത്രയായിരുന്നു. പതുക്കെ പോവുകയാണെങ്കിൽ വളരെ രസകരമാണ്. 110-120 സ്പീഡിലൊക്കെ പോകാൻ പറ്റുന്ന റോഡുകളാണ് പലതും. എന്നാൽ നമ്മളൊരു 80-100 സ്പീഡിൽ അങ്ങനെ പതുക്കെ മൈലേജൊക്കെ നോക്കിയിട്ട് പതുക്കെ ഓടിച്ചു. അങ്ങനെ എല്ലൂരെത്തിയിട്ട് അവിടെ ഒരു റൂം എടുത്തു. അവിടെ തന്നെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. വർക്കുകളൊക്കെ നടത്തി വീണ്ടും അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തിരിച്ചു ഞങ്ങൾ. അപ്പോൾ അടുത്ത യാത്രയുടെ ഭാഗം നിങ്ങൾക്ക് കാണിക്കാം. ഞങ്ങൾ ഇപ്പോൾ എല്ലൂരിലെത്തുന്നുള്ളൂ. എല്ലൂരിലെത്തിയതിന് ശേഷം അടുത്ത വിശേഷങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് യാത്രാ വിവരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ, മാർക്കറ്റുകൾ, രസകരമായ ചില കാഴ്ചകളൊക്കെ വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടുണ്ട്. സമയത്തിൻ്റെ ദൗർലഭ്യം കാരണം പല നല്ല വീഡിയോകൾ എടുക്കാൻ പറ്റിയിട്ടില്ല. ചുറ്റുപാടുകൾക്കനുസരിച്ച് പലതും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും യു ക്യാൻ എൻജോയ്. ഒരു യാത്രാ വിവരണമല്ല, എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കണ്ടതെല്ലാം അതുപോലെ ഒപ്പിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഓക്കെ, താങ്ക് യു.